വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള അടിയന്തര നടപടികളെക്കുറിച്ചും ഓണക്കാലത്ത് സ്വീകരിക്കേണ്ട പ്രത്യേക കരുതൽ നടപടികളെക്കുറിച്ചും ഗവൺമെന്റ് ഒരു ചർച്ച നടത്തി. ധനകാര്യമന്ത്രി ശ്രീ കെ മാണി സാറും ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബും ചീഫ് സെക്രട്ടറി ശ്രീ ഭരത് ഭൂഷണും സിവിൽ സപ്ലൈസ്, സഹകരണ വകുപ്പ്, കൃഷി വകുപ്പ് എന്നീ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡറേഷൻ, ഹോർട്ടികോർപ്പ് എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ചെയർമാൻമാരും MD-മാരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഓഗസ്റ്റ് 1 മുതൽ 46 ദിവസം സെപ്റ്റംബർ 15 വരെ റംസാൻ, ഓണം, മെട്രോ പീപ്പിൾസ് ബസാർ കേരളത്തിലെ 6 പ്രധാനപ്പെട്ട സിറ്റികളിലെ ആരംഭിച്ച പ്രവർത്തനം നടക്കുകയാണ്. 23 തീയതി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 15 വരെ ഓണം ടൗൺ പീപ്പിൾസ് ബസാർ മറ്റ് 13 ടൗണുകളിൽ, ഓണം മാർക്കറ്റും ഓണം മിനി ഫെയർ അത് 1250 ഔട്ട്ലെറ്റ്സ് ആണ് കേരളത്തിൽ ഒട്ടാകെയായിട്ട് 5 ദിവസം സെപ്റ്റംബർ 11 മുതൽ 15 വരെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 20 ലക്ഷം BPL കുടുംബങ്ങൾക്ക് ഓണ കിറ്റ്സ് സൗജന്യമായി വിതരണം ചെയ്യും. സ്കൂളുകളിലെ കുട്ടികൾക്ക് ഓണത്തിന് 5 കിലോ അരി മിഡ് ഡേ സ്കീമിൽ ഉള്ള കുട്ടികൾക്ക് ഓണക്കാലത്ത് അവരുടെ വീടുകളിലേക്ക് കൊടുക്കും. ഓണക്കാലത്ത് വിലവർദ്ധനവ് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഫലപ്രദമായ മാർക്കറ്റ് ഇന്റർവെൻഷൻ, അത് സബ്സിഡൈസ്ഡ് റേറ്റിലെ അരിയും 13 എസൻഷ്യൽ ഐറ്റംസും കൊടുക്കുന്നതിനുള്ള തീരുമാനമെടുത്തു. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും 1 കിലോ പഞ്ചസാര സബ്സിഡൈസ്ഡ് റേറ്റിൽ നൽകുന്നതായിരിക്കും. ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നേരത്തെ നൽകിയ 10 കോടി രൂപയ്ക്ക് പുറമെ 65 കോടി രൂപ കൂടി അധികമായി നൽകുന്നതാണ്. ഇതിനു പുറമെ മാർക്കറ്റ് ഇന്റർവെൻഷന് ആവശ്യമായ റോളിംഗ് ഫണ്ട്സ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ അവർക്ക് ഓണക്കാലത്ത് സെപ്റ്റംബർ 1 മുതൽ 15 വരെ 4000 ഔട്ട്ലെറ്റ്സ് ആയിരിക്കും സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിക്കുന്നത്. കൺസ്യൂമർ ഫെഡറേഷന് ഈ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് നേരത്തെ അനുവദിച്ച 10 കോടി രൂപയ്ക്ക് പുറമെ 45 കോടി രൂപ കൂടി ഗവൺമെന്റ് നൽകാൻ തീരുമാനിച്ചു. KFCയിൽ നിന്ന് ഗവൺമെന്റ് ഗ്യാരണ്ടിയോടുകൂടി 50 കോടി രൂപയും കൺസ്യൂമർ ഫെഡറേഷന് നൽകും. കൺസ്യൂമർ ഫെഡറേഷൻ NCDCക്ക് നൽകിയിട്ടുള്ള 238 കോടി രൂപയുടെ പ്രോജക്റ്റ് ഗവൺമെന്റ് ഗ്യാരണ്ടിയോടുകൂടി നടപ്പിലാക്കും. അത് മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടിയിട്ടുള്ള കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സംസ്ഥാനത്തെ പച്ചക്കറിയുടെ വില നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമായ പ്രവർത്തനത്തിന് അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. മാർക്കറ്റ് വിലയേക്കാൾ 30%, 20% മുതൽ 30% വരെ വില കുറച്ചായിരിക്കും 44 ഇനം പച്ചക്കറികളാണ് ഹോർട്ടികോർപ്പ് സംസ്ഥാനത്ത് നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ശേഖരിച്ച് വില കുറച്ച് നൽകാനായിട്ട് ഹോർട്ടികോർപ്പിന്റെ 250 വിപണന കേന്ദ്രങ്ങൾ, അതിനു പുറമെ സിവിൽ സപ്ലൈസ് വകുപ്പുമായിട്ട് ചേർന്ന് 140 വിപണന കേന്ദ്രങ്ങൾ. ഇതിന് ആവശ്യമായ തുക സംസ്ഥാന ഗവൺമെന്റ് ഹോർട്ടികോർപ്പിന് കൊടുക്കുകയായിരിക്കും. ആഴ്ചതോറും ഈ മാർക്കറ്റ് ഇന്റർവെൻഷൻ സംബന്ധിച്ച് ഈ 3 ഏജൻസികളുടെയും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡറേഷൻ, ഹോർട്ടികോർപ്പ് ഈ 3 സ്ഥലങ്ങളുടെയും പ്രവർത്തനങ്ങൾ ആഴ്ചതോറും മോണിറ്ററിംഗ് നടത്തുന്നതായിരിക്കും. വിലക്കയറ്റം ഇന്ന് ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ്. അത് പരമാവധി നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് ഏറ്റവും മുൻഗണന കൊടുക്കാനാണ് തീരുമാനിച്ചത്. ഇതിന് ആവശ്യമായ സാമ്പത്തികമായ സപ്പോർട്ട് തുടർന്നും ഗവൺമെന്റ് നൽകുന്നതാണ്.
സിറ്റീസിലെ മെട്രോ പീപ്പിൾസ് ബസ്സാണ്. അത് 5 സിറ്റിയും കോട്ടയവും കൂടെ കൂടിയാണ് 6. ബാക്കി 11 മറ്റ് ജില്ലാ കേന്ദ്രങ്ങൾ, 8 ജില്ലാ കേന്ദ്രങ്ങൾ, അതിന് പുറമെ 3 സ്ഥലങ്ങളുണ്ട്. ഒന്ന് പുറമാണ്.